മറ്റൊരു വിവരം, US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ ഖബറടക്കം ജൂലൈ 9 നടക്കും എന്നാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇറാന്റെ പ്രസ് TV ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 3 നഗരങ്ങളിലായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്കാര ചടങ്ങിനാണ്, അതിനുശേഷമാണ് ഖബറടക്കം. അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാരം നടക്കുന്നത് വധിക്കപ്പെട്ട 105 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഫെബ്രുവരി 28 അലി ഖമനേയി കൊല്ലപ്പെടുന്നത്. 4 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ എന്നതും പ്രധാനമാണ്. വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, അയത്തുള്ള അലി ഖമനേയി അവരുടെ പരമോന്നതാവ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൊല്ലപ്പെടുന്നു. പക്ഷേ സംസ്കാരം നടത്താൻ വൈകുന്നു. അതിന് പലവിധ കാരണങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുമെന്നും ഈ സംസ്കാര ചടങ്ങിൽ നേതാക്കൾ പങ്കെടുത്താൽ അവരെ അമേരിക്ക വധിക്കുമെന്നുള്ള ഭീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? രഞ്ജിത്ത്, ഫെബ്രുവരി 28 അയത്തുള്ള ഖമേനി കൊല്ലപ്പെടുന്നത്. അമേരിക്കയുടെ ആക്രമണമായിരുന്നു. ആ ദൃശ്യങ്ങൾ അടക്കം ആ സമയത്ത് തന്നെ പുറത്തു വന്നു. US സെൻട്രൽ കമാൻഡ് ആ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്. അവിടുത്തെ 12ഓളം പ്രധാനപ്പെട്ട നേതാക്കളാണ് ആ ഒരൊറ്റ ദിവസത്തിൽ കൊല്ലപ്പെട്ടത്. 1 ഡസൻ നേതാക്കളെ ഒരു മന്ദിരത്തിനുള്ളിൽ തന്നെ കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയായിരുന്നു. ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമാധാന ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ഒമാനുമായി ബന്ധപ്പെട്ട് ഒമാനാണ് ആ സമയത്ത് ഈ മധ്യസ്ഥം വഹിക്കുന്നത്. അങ്ങനെ അമേരിക്ക ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ ഒരു ആദ്യഘട്ടമാണ്. ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയിട്ടില്ല, സമാധാനത്തിൻ്റെ ആ സമയത്ത് ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാവുകയും ഇസ്രായേൽ ലെബനൻ തർക്കം തുടരുന്നൊരു സമയമാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു ആക്രമണം ഇറാൻ എന്നല്ല ലോകരാഷ്ട്രങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് വലിയൊരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും അയത്തുള്ള കൊല്ലപ്പെടുന്നതും. ഇപ്പോൾ 105 ദിവസം പിന്നിടുകയാണ്. ഇതുവരെ സംസ്കാര ചടങ്ങുകൾ നടന്നിട്ടില്ല. ജൂലൈ 9 സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ തന്നെ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ജൂലൈ 4 ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. അദ്ദേഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. മുസ്തഫ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുമോ എന്നതിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. കാരണം ഇറാനിൽ തന്നെ മുസ്തഫ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 കാലുകൾക്കും മുഖത്തിനുമൊക്കെ പരിക്കേറ്റു എന്ന തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ വന്നു. അദ്ദേഹം ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരിക്കാം എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. അതിനുശേഷം റഷ്യയിലാണ് മുസ്തഫ ഉള്ളത് എന്ന പ്രഖ്യാപനം വരുന്നുണ്ട്. മുസ്തഫയാണ് പിന്നീട് പിൻഗാമിയായി എത്തുന്നത് അയത്തുള്ളയുടെ മകനാണ്. ഒരുപക്ഷെ ഈ സംസ്കാര ചടങ്ങുകളിലൊക്കെ മുസ്തഫ പങ്കെടുക്കുമോ എന്നതിൽ പോലും അവ്യക്തതയുണ്ട്. കാരണം ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും മുസ്തഫയെ ലാക്ക് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം പരിപാടികളിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. മറ്റൊന്ന് വൈകാരികമായ സംഭവമാണ്. മൃതദേഹവുമായുള്ള വിലാപയാത്ര പോയപ്പോൾ തന്നെ ഇറാനിൽ നമ്മൾ കണ്ടതാണ്. ഇറാനിലെ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വായിച്ചപ്പോൾ പൊട്ടിക്കരയുന്നത് ലോകം കണ്ടതാണ്. അത്രമാത്രം അവിടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വൈകാരിക വശം കൂടിയുണ്ട്. ഇറാനാകട്ടെ തുടരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നൊരു രീതി സ്വീകരിച്ചിരുന്നു. അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ തുറന്നുകൊടുത്ത രാജ്യങ്ങൾക്ക് നേരെയാണ് ആ ആക്രമണം ഉണ്ടായത്. ഒരുപക്ഷെ ആ ഒരു വൈകാരികതയൊക്കെ തന്നെ ഇറാൻ ജനത മനസ്സ് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വരും കാലത്ത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നതിലും ചോദ്യമുണ്ട്. അവിടെയാണ് ഈ സർക്കാരിനെയൊക്കെ അട്ടിമറിച്ച് മറ്റൊരു സർക്കാരിനെ കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിക്കുന്നത്. സാഹചര്യം ഏതായാലും അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് പ്രധാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.